എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത 4 സിനിമകളുടെ അടക്കം 5 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ നമ്മുടെ മെഗാസ്റ്റാർ നായകനാക്കി ഡീൻ ഡെന്നിസ് സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം 10-ാം തീയതി വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ബസൂക്ക. നിലവിൽ 3 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ബസൂക്ക എന്ന സിനിമയുടെ 3-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 7,50,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ബസൂക്ക എന്ന സിനിമയുടെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 7,02,00,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. 2-ാം ദിവസമായി വെള്ളിയാഴ്ച ചിത്രം 4 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. 3-ാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 4 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 15 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബസൂക്ക എന്ന സിനിമയുടെ കളക്ഷൻ ദിനംപ്രതി കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം നസ്ലിനെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഫീൽ ഗുഡ് സ്പോർട്സ് ഫാമിലി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ആലപ്പുഴ ജിംഖാന. വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ സിനിമകളിൽ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 3-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3,25,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. അങ്ങനെ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടെ ചിത്രത്തിന്റെ കേരള ഷെയർ കളക്ഷൻ മാത്രം 4 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 18 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മെഗാസ്റ്റാർ സിനിമയേക്കാളും മികച്ച കളക്ഷനിലേക്ക് ആലപ്പുഴ ജിംഖാന എത്തിയിരിക്കുകയാണ്. 4-ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 25 കോടി 30 കോടി റേഞ്ചിലേക്കും എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ മലയാളത്തിലെ മറ്റൊരു സിനിമയാണല്ലോ ബേസിൽ ജോസഫ് നായകനെത്തിയ മരണമാസ്. ടോവിനോ തോമസ് നിർമ്മിച്ച് ബേസിൽ ജോസഫിനെ നായകനാക്കി ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ ഡാർക്ക് ഫാമിലി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ മരണമാസ്. നിലവിൽ ഈ സിനിമയും 3 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 3-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യം 3 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ ഏകദേശം 4 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം മരണമാസം സിനിമയുടെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷനൊന്നും നിലവിൽ പുറത്തുവന്നിട്ടില്ല. ഏകദേശം 5 കോടി 6 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നത്. 4-ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം തമിഴിൽ നിന്നും ഏപ്രിൽ മാസം 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ തലജിത്ത് നായകനെത്തിയ സിനിമ കൂടിയാണല്ലോ. ചിത്രത്തിന്റെയും ആദ്യ 3 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 3-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ആദ്യ 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,25,00,000 എത്തപ്പെട്ട സിനിമയുടെ ആദ്യ 3 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ ഏകദേശം 1,75,00,000 എത്തപ്പെടുന്നതാണ്. അതേസമയം ആദ്യ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 83 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ 3-ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയും കടന്ന് 110 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രം 50 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. ഇനി കഴിഞ്ഞ മാസം മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ മലയാളത്തിലെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ വിജയമേറിയ സിനിമ കൂടിയാണല്ലോ L2 എമ്പുരാൻ. ലാലേട്ടൻ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ ഹെവി പോസ്റ്റ് അഭിപ്രായങ്ങൾ നേടി നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ മികച്ച ഹോൾഡോടെ മുൻപോട്ട് പോകുന്ന സിനിമ കൂടിയാണല്ലോ L2 എമ്പുരാൻ. നിലവിൽ 17 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ 17-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം ആദ്യ 17 ദിവസം കൊണ്ട് 83 കോടി 75,00,000 എത്തിയിരിക്കുകയാണ്. ഇനി എമ്പുരാൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോടെ എന്നുള്ള ചിത്രത്തിന്റെ 250 കോടി ക്ലബിൽ കയറിയെന്നുള്ള പോസ്റ്റർ അടക്കം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നത്. അതിനുശേഷം ഇതുവരെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ പോസ്റ്ററും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ചിത്രത്തിന്റെ 17 ദിവസത്തെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 258 കോടി 259 കോടിയിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 18-ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 260 കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.